വാട്ടർ ഡെലിവറി ബോയ് പെൺകുട്ടിയുടെ കയ്യിലേക്കൊന്ന് നോക്കിയപ്പോൾ തന്നെ അവളുടെ വിരൽ ഒടിഞ്ഞിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. സമയം കളയാതെ അടുത്ത് നിന്നിരുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം പിടിച്ചു വാങ്ങി അത് തിന്നും. എന്നിട്ട് അതിന്റെ വടി പെൺകുട്ടിയുടെ ഒടിഞ്ഞ വിരലിൽ വെച്ചു. എന്നിട്ട് അവളുടെ മുടിയിൽ നിന്ന് റബ്ബർ ബാൻഡ് പുറത്തെടുത്ത് ഒരു സ്പ്ലിന്റ് ഉണ്ടാക്കി. ചികിത്സയ്ക്ക് പണം നൽകേണ്ടി വരുമെന്ന് അയാൾ തമാശയായി പെൺകുട്ടിയോട് പറഞ്ഞു. പെൺകുട്ടിയുടെ അച്ഛൻ അവിടെ എത്തി അവളെയും കൂട്ടിക്കൊണ്ടുപോയി. പോകുമ്പോൾ അവളെ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് അവൻ നിർദ്ദേശിച്ചു. പിന്നീട് പെൺകുട്ടിയും അവളുടെ അച്ഛനും ആശുപത്രിയിലെത്തി. പെൺകുട്ടിയുടെ വിരലിലെ സ്പ്ലിന്റ് കണ്ടപ്പോൾ ഡോക്ടർ അത്ഭുതപ്പെട്ടു. ഈ വടി കെട്ടിയെന്നില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാകുമായിരുന്നെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു എക്സ്റേ എടുക്കാൻ ഡോക്ടർ ആവശ്യപ്പെട്ടു. അപ്പോൾ പെൺകുട്ടി പരിചിതമായ ഒരു ശബ്ദം കേട്ടു. അത് ഡേവിഡ് ആയിരുന്നു. പെൺകുട്ടിയുടെ അച്ഛൻ അവനോട് നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ അയാൾ പെട്ടെന്ന് ഉച്ചത്തിൽ ചുമയ്ക്കാൻ തുടങ്ങി. ഡേവിഡ് നെഞ്ചിൽ കൈവച്ചപ്പോൾ എന്തോ അനുഭവപ്പെട്ടു. പക്ഷേ അച്ഛൻ കൈ തട്ടിമാറ്റി പറഞ്ഞു, എനിക്ക് സുഖമാണ്. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. അതിനിടയിൽ ഹൈവേയിൽ ഒരു വലിയ അപകടം സംഭവിച്ചു. ആശുപത്രി പരിക്കേറ്റ രോഗികളാൽ തിങ്ങി നിറഞ്ഞു. എല്ലാ ഡോക്ടർമാരും തിരക്കിലായി. പിതാവിന്റെ അവസ്ഥ കണ്ട് പെൺകുട്ടി ഭയന്നു. അവൾ ഡോക്ടർമാരോട് സഹായം ചോദിച്ചു. പക്ഷേ ആരും നിന്നില്ല. അപ്പോൾ ഒരു വനിതാ ഡോക്ടർ വന്നു. പക്ഷേ ആരോ ഉടൻ തന്നെ അവളെ വിളിച്ചു. പോകുമ്പോൾ അവൾ തന്റെ സഹപ്രവർത്തകനോട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. ഡേവിഡ് വിഷമിച്ചു. അദ്ദേഹം നിശബ്ദമായി അവരെ പിന്തുടർന്നു. പെൺകുട്ടിയുടെ അച്ഛൻ പെട്ടെന്ന് ലിഫ്റ്റിൽ ബോധം കെട്ടു വീണു. ഡേവിഡും ഡോക്ടറും ചേർന്ന് അയാളെ പുറത്തെടുത്ത് നിലത്ത് കിടത്തി. അടിയന്തര ഉപകരണങ്ങൾ കൊണ്ടുവരാൻ ഡോക്ടർ ഓടി. പക്ഷേ ഡേവിഡ് പെൺകുട്ടിയുടെ പിതാവിന്റെ നെഞ്ചിൽ കൈവച്ചു. ഹൃദയത്തിന്റെ ഒരു 3D ചിത്രം അവന്റെ മനസ്സിൽ വന്നു. ഹൃദയം നിലച്ചതായി അവൻ കണ്ടു. ഡോക്ടർ വെന്റിലേറ്ററിൽ ഇടുകയായിരുന്നു. പക്ഷേ ഡേവിഡ് ആദ്യം ഹൃദയം പരിശോധിക്കാൻ പറഞ്ഞു. ഡോക്ടർ അത് അവഗണിച്ചു. ഡേവിഡ് നിർബന്ധിച്ച് വെന്റിലേറ്റർ നീക്കം ചെയ്ത് ഹൃദയമിടിപ്പ് പരിശോധിക്കാൻ പറഞ്ഞു. ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഹൃദയമിടിപ്പ് ശരിക്കും നിലച്ചതായി കണ്ടെത്തി. ഡേവിഡ് ഉടൻ തന്നെ നഴ്സിനോട് ഒരു ഡീഫിബ്രിലേറ്റർ വിളിക്കാൻ ആവശ്യപ്പെട്ടു. ഡോക്ടറോട് CPR ആരംഭിക്കാൻ ആവശ്യപ്പെട്ടു. CPR ആരംഭിച്ച ഉടൻ ഡീഫിബ്രിലേറ്റർ എത്തി. ഡേവിഡ് ഉടൻ തന്നെ ഷോക്ക് നൽകി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പെൺകുട്ടിയുടെ പിതാവിന്റെ ഹൃദയമിടിപ്പ് തിരിച്ചെത്തി. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണ്. രണ്ടാം ഭാഗത്തിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.